സെയിൽസിലെ 7 പ്രോസസ്സിൽ പ്രസന്റേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഏറ്റവും സീരിയസ് ആയ വിഷയമാണ്. അപ്പൊ ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസിൽ പലരും ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നുണ്ട് സർ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്ഷൻ ഉണ്ടാകും എന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം. പലർക്കും എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിൽ ഫെയിൽ ആവുന്നതെന്ന് ചോദിച്ചാൽ അവര് ഒബ്ജക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാതെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ ബ്ലോക്കാണ്, വലിയൊരു ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒബ്ജക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. എന്തുകൊണ്ട് ഒബ്ജക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതൊരു സർവീസോ ഏതെങ്കിലും പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആളുകൾക്കുണ്ട്. കാരണം അവരുടെ സെൽഫ് എസ്റ്റീം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവർ അതിനെ ഒബ്ജക്ട് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി അവർ ഒബ്ജക്ട് ചെയ്യും. ഒബ്ജക്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അവരുടെ അവകാശത്തെ നമ്മൾ ഹനിക്കരുത്. അപ്പൊ അതിന് ഒബ്ജക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്ഷൻ ഹാൻഡിൽ. പിന്നെ ഒബ്ജക്ഷൻ ഹാൻഡിൽ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ലിസണർ ആണ്. അയാൾക്ക് എന്താണ് പറയാനുള്ളത്, കസ്റ്റമർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്, റിയൽ പ്രോബ്ലം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ പല പ്രാവശ്യം അയാളുടെ നീഡ്സും അയാളുടെ പെയിൻ പോയിന്റിലൂടെ കടന്നു പോകണം. കാരണം നമുക്കപ്പോൾ ഒരു കൃത്യമായ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എംപത്തറ്റിക്കലി ചിന്തിക്കണം. കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണം. കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് സപ്പോർട്ട് കിട്ടണം. എല്ലാവരും നോക്കുന്നത് എന്താ, മാനസികമായ സപ്പോർട്ടാണ്. അപ്പൊ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടും. സപ്പോർട്ട് കിട്ടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈഡിലേക്ക് വരും. അപ്പം കസ്റ്റമറുടെ സൈഡിൽ ചിന്തിക്കുക, ആക്റ്റീവ് ലിസണർ ആകുക, പിന്നെ അയാളുടെ പെയിൻ പോയിന്റ് അല്ലെങ്കിൽ അയാളുടെ നീഡ്സ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഒബ്ജക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പോകുന്നതിന് മുമ്പിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ, വരാവുന്ന ഒബ്ജക്ഷൻസുകൾ. അതിന് ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും കസ്റ്റമറെ കാണുമ്പോൾ പല കസ്റ്റമർ പല ഒബ്ജക്ഷനുകളായിരിക്കും ഫേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ ഭാഗമാക്കണം. ഇന്ന് വന്നിട്ടുള്ള ഒബ്ജക്ഷൻസിന്റെ പോയിന്റുകൾ എന്തൊക്കെയാണ്, അതിന് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുള്ള റെഡിമെയ്ഡ് ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു സെയിൽസ് പേഴ്സണെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 100-400 ഒബ്ജക്ഷൻ പോയിന്റ്സ് ഉണ്ട്. മനസ്സിലായോ? 100-400 ഒബ്ജക്ഷൻ പോയിന്റ്സ് ഉണ്ട്. പുള്ളി ഒരു എക്സൽ ഷീറ്റിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി. ഇത്തരം ഒരു ചെറിയൊരു പ്രൊഡക്റ്റിൽ 400ഓളം ഒബ്ജക്ഷൻ ആളുകൾ റേസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കുമ്പോഴേ ഇയാൾ ഇത് മൊത്തം ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒബ്ജക്ഷൻസ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള മറുപടി പുള്ളിയുടെ ഉണ്ട്. എന്ത് പറഞ്ഞാലും പുള്ളിയെ കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ പുള്ളിയുടെ സെയിൽസ് ക്ലോസിംഗ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 80% മേളില് പ്രോസ്പെക്ട്സിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. പലർക്കും ഈ ടെക്നിക്ക് അറിയില്ല. ഇവരെല്ലാം ഒബ്ജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ മറന്നു പോകും. അതുകൊണ്ട് ഒബ്ജക്ഷൻ ലോഗ് ചെയ്യുക. ഒബ്ജക്ഷൻ ലോഗ് ചെയ്യുക. ലോഗ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വീണ്ടും ആക്റ്റീവ് ലിസണർ ആവുക, സൊല്യൂഷൻ ഗീവർ ആവുക. കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കരുത്. അവരെ പരാജയപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്, അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരാളെ നമ്മൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് നമ്മളാ വിജയിക്കുന്നത്. ഇപ്പം നമ്മൾ ദ്രോണാചാര്യന്റെയും അർജുന്റെയും കഥ എടുത്തു നോക്കും. ലോകത്തില് ദ്രോണാചാര്യർ അർജുനെ പോലുള്ള ഒരുപാട് അർജുനന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ദ്രോണാചാര്യൻ. അപ്പം അർജുനന് ഫെയിം കിട്ടുമെന്ന് പറയുമ്പോഴേ, അർജുനന് അംഗീകാരം കിട്ടുമെന്ന് പറയുമ്പോൾ ദ്രോണർക്കാണ് ഫെയിം യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അയാളെ അഭ്യസിപ്പിച്ചിട്ടുള്ള ഗുരുവിനാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവരെ വിജയിപ്പിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കരുത്. ഞാൻ ഈ ഇടയ്ക്ക് വളരെ ഈ കഞ്ചാവിനൊക്കെ അകപ്പെട്ട ഒരാളെ എന്റെ പരിചയത്തിൽ ഇങ്ങനെ വന്നു. എന്റെ പഴയൊരു പരിചയക്കാരൻ, പക്ഷെ കുറെ വർഷങ്ങളായിട്ട് കണക്ഷൻ ഇല്ലാതിരുന്ന ഒരാള്. അപ്പം എല്ലാവരും ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇയാൾക്ക് ആരും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നില്ല. അപ്പൊ ഞാന് നമ്മുടെ തന്നെ ഗ്രൂപ്പിലുള്ളവരോട് ഇയാളെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പം അവർ ചോദിച്ചത്, എന്താ നമുക്ക് തലയ്ക്ക് പട്ടുണ്ടോ, ഇയാളെ രക്ഷിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. യഥാർത്ഥം അങ്ങനല്ല. നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. അപ്പൊ സൊല്യൂഷൻ ഗീവർ ആവുക. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മാർഗമാണ്. അപ്പൊ ആ വ്യക്തിക്ക് തോന്നും ഈ വ്യക്തി എന്നോടൊപ്പമാണ്, എന്റെ പ്രശ്നങ്ങൾക്ക് എന്നെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പം അയാള് ഒബ്ജക്ഷൻ വളരെ വളരെ കുറഞ്ഞു പോകും. നമ്മളോട് സഹകരിക്കുന്നത് മാത്രമല്ല, റെഫറൻസ് തരാനും പഠിക്കില്ല. പുള്ളി വാങ്ങും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനും പുള്ളി സഹായിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത് നിങ്ങൾക്കൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓപ്പൺ ആയിരിക്കും. കൗണ്ടർ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മളെ അവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. ഒരിക്കലും ഒരാളെ റൂൾ ചെയ്യാൻ ശ്രമിക്കണ്ട.
അയാൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓപ്പൺ മൈൻഡ്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അതായത് ബേസിക്കലി നമുക്ക് രണ്ടുതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ക്വസ്റ്റ്യൻ, ക്ലോസ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ എനി ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് വിത്ത് 5 W's and 1 H, അതായത് വാട്ട് ഹാപ്പൻ, വെൻ, വെയർ, ഹൂ ഓർ ഹൂ, ഹൗ ആൻഡ് വൈ, ഈ വേർഡ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്ലോസ് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. നമ്മൾ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഈസ് ദ പ്രോബ്ലം സർ? വെൻ ക്യാൻ ഐ ഹാവ് എ ചെക്ക് ഫ്രം യു സർ? ടു whom should I contact sir? നമ്മൾ 5 W and 1 H, നമ്മുടെ ടെക്നിക്കൽ ടൈമിൽ ഞങ്ങൾ പറയും 5 wives and 1 husband. ഈ ഒരു 5 W and 1 H, 5 wives and 1 husband, ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഓരോ പ്രാവശ്യവും കസ്റ്റമർ റേസ് ചെയ്യുന്ന ഒബ്ജക്ഷനെ റെസ്പെക്ട് ചെയ്യുക, അക്നോളജ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. സേ താങ്ക്സ്. എന്തിനാണ് താങ്ക്സ് പറയേണ്ടത് ചോദിച്ചാൽ കസ്റ്റമർ റേസ് ചെയ്യുന്ന ഒബ്ജക്ഷൻ ഓരോ പ്രാവശ്യം നമുക്ക് ലേണിംഗ് പോയിന്റ് ആണ്. അതിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്തതിന് താങ്ക് യു, കാണിച്ചു തന്നതിന് താങ്ക് യു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കസ്റ്റമർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ 85 to 90% ആ കസ്റ്റമറെ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്ഷൻ എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ.